ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നടക്കുന്ന 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ് എല്ലാ കണ്ണുകളും. ഇവിടെ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെങ്കിൽ ഈ 10 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറുക എന്നൊരു കർശന നിർദ്ദേശം കേന്ദ്രം നൽകിയതായിട്ടാണ് വിവരം. ഇതിൽ 5 ഇടത്ത്, അതായത് 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ 5 ഇടത്ത് സമാജ്വാദി പാർട്ടി ജയിച്ച സ്ഥലമാണ്. അഖിലേഷ് യാദവ് ജയിച്ച ഇടമാണ്. അഖിലേഷ് യാദവ് ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ച് MP ആയി. ആ ഒഴിവ് ഉൾപ്പെടെയുള്ള ഒഴിവുകളാണ്. കഴിഞ്ഞ തവണ BJPക്ക് 3 സീറ്റുകൾ ലഭിച്ചിരുന്നു. 1 സീറ്റ് അവരുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിക്ക് ലഭിച്ചിരുന്നു. 1 സീറ്റ് RLD. ഈ RLD അന്ന് സമാജ്വാദി പാർട്ടിയുടെ കൂടായിരുന്നു, ഇന്ന് BJPയുടെ ഒപ്പമാണ്. അതുകൊണ്ട് BJPക്ക് കുറഞ്ഞത് 5 ഇല്ലെങ്കിൽ 6 സീറ്റ് നേടിയേ മതിയാകൂ എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് വാശിയേറിയ ഒരു പോരാട്ടമാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒറ്റ ബ്ലോക്കായി തന്നെ മത്സരിക്കുന്നു. ഇവിടെ RLDയും നിഷാദ് പാർട്ടിയും അടക്കമുള്ള NDAയുടെ ഘടകകക്ഷികളുമായി BJPയും ശക്തമായ ഒരു പോരാട്ടത്തിന് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. എവരുടെയും ശ്രദ്ധ ഇപ്പോൾ പോകുന്നത് ഉത്തർപ്രദേശിലെ 10 നിയമസഭാ സീറ്റുകളാണ്. ഇത് ഒരുപക്ഷെ ഉത്തർപ്രദേശിലെ നിയമസഭയുടെ പുതിയ ട്രെൻഡ് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും. ഇത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.